എന്നാ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് പ്രവാസി വെൽഫെയറിൽ വിളിക്കുകയാണ്. ക്യൂവിൽ ആദ്യം വിളിച്ചിട്ട് മൊടയെ പറഞ്ഞിന് മൊട. ആ വെറുതെ പറയുന്നേനെ. ഇവർ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിന്. ആ ഇതാണ്ടാ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ആദ്യം തിരിച്ചു വിളിച്ചിട്ട് സംസാരിച്ചിട്ട് മൊട പറഞ്ഞതിന് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട എവിടെയെന്ന് ചോദിച്ചാലോ കട്ട് ചെയ്തിട്ട് പോയി. ഇപ്പോൾ ക്യൂലാന്ന് പറയുന്നുണ്ടാ. നമ്മളെ നമ്പറും കാര്യങ്ങളെല്ലാം അവിടെ ഒരു CRO അല്ല, നമ്മളെ നമ്പർ അവിടെ ജാമ ചെയ്തതാണ്. ആ നോക്കിക്കോ, പ്രവാസി വെൽഫെയർ നോർക്ക മാങ്ങാത്തോലി നോക്കിക്കോ. ആ എന്നോ ക്യൂ നിൽക്കാൻ. ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ക്യൂ നമ്പർ പറയുമോ, 3-ാമതാണോ 5-ാമതാണോ? ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെ നമ്പർ ആടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മക്കിത് യൂട്യൂബിലിട്ട് പൊട്ടിക്കല്ലേ വേണ്ടോ? കാരണം CEOയും മെമ്പേഴ്സും ബോർഡും എല്ലാം അറിയണോ നിങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിന് ഇവരെങ്ങനെ പണിയെടുക്കുന്നതെന്ന്. ഇനി നിങ്ങളുണ്ടാക്കുന്ന നിയമം സാധാരണക്കാരന് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. എന്നും ക്യൂവിൽ നിൽക്കാൻ വന്നേ. ഇവരിങ്ങോട്ട് വിളിക്കൂ, ആ വിളി എടുക്കാണ്ട് എന്നിട്ട് അങ്ങോട്ട് വിളിക്കുന്നതാണ്. കാരണം ഇവർ ബ്ലോക്ക് ചെയ്തതാണ്. അപ്പോൾ പണി എന്തായാലും കൊടുക്കണ്ടേ. പ്രവാസി നോർക്കയും കുന്തയും കുറച്ചക്കറും പാവങ്ങൾ കെണിഞ്ഞ തന്നെ അന്നും ഇന്നും. നമുക്കിനി ബോർഡിനെ വിളിച്ചു നോക്കാം. ആ ബോർഡിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ക്യൂൾ അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാലോ, 3 മിനിറ്റ് നോക്കാം. ഒരു തിരക്കുമല്ല, ചിരിയാ വരുന്നത്. ഒരു മനുഷ്യൻ്റെ കാര്യം ചെയ്യാനാണ്. ബാങ്ക് പാസ് ഒരു പ്രവാസിൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത് പെൻഷൻ്റെ സമയമായ മാത്രമാണ് പോലും. നമുക്ക് ആ നിയമം മാറ്റണ്ടേ. ഒരു പ്രവാസിൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത് പെൻഷൻ സമയത്തല്ലല്ലോ. ആ 3 മിനിറ്റോളം നമുക്ക് നോക്കാം. ഇവർ ബ്ലോക്ക് ചെയ്തതാണ്. ഇന്ത്യൻ സിറ്റിസനോടെ ഇവരെ കളി. എന്നോ അമർത്താം. കോൾ അവസാനിപ്പിക്കൂല പങ്ങളെ. എങ്ങനെയായാലും കോൾ അവസാനിപ്പിക്കൂല. ഓർ വിളിച്ചടിക്കുകയും ചെയ്യില്ല. ആ അത് നമ്മൾ വെബ്സൈറ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ചോളൂ. ആ 3 മിനിറ്റ് ആകാനായി. ഇനി ബാക്കോട്ട് നോക്കാം. ഇവർ ഇങ്ങോട്ട് തിരിച്ച് ആദ്യം ഒരു വിളിച്ച് സംസാരിച്ച്, എന്നിട്ട് ഇവർ തിരിച്ച് 3 വട്ടം വിളിച്ച് എല്ലാം കണ്ടില്ല. എന്നിട്ട് ഇവർ തിരിച്ച് വിളിച്ചെടുത്തിട്ടില്ല. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്.